കുടുങ്ങിയ കപ്പലുകൾക്ക് പുറത്തു കടക്കാൻ അനുമതി തേടി ഇന്ത്യ. ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുമതി തേടുന്ന കപ്പലുകളിൽ ഭൂരിഭാഗവും ഇന്ത്യയുടേതാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഇറാൻ രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് ഇന്ത്യക്ക് ശേഷം 17 ശേഷമുള്ള മൂന്നാമത്തെ കണക്കുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതിൽ ഒന്നാമതും ചൈന രണ്ടാമതുമാണ്. ഹോർമുസിൽ നിന്നും പുറത്തു കടക്കാനുള്ള അപേക്ഷകളിൽ 20% ഇങ്ങോട്ട് പ്രവേശിക്കാനുള്ള അപേക്ഷകളിൽ 21% ഇന്ത്യൻ കപ്പലുകളുടേതാണ്. മേഖലയിലെ സംഘർഷാവസ്ഥ കാരണം മൊത്തം കപ്പൽ ഗതാഗതത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതായും അതോറിറ്റി. ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരാവസ്ഥ ഇന്ത്യയുടെ ഇന്ധന ലഭ്യതയെ ബാധിക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം വ്യക്തമാക്കി. നിലവിൽ ആവശ്യത്തിലധികം അസംസ്കൃത എണ്ണ സംഭരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത സാഹചര്യമില്ലെന്നും മന്ത്രാലയം വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം മേഖലയിൽ സംഘർഷം തുടരുകയാണ്. തുടർച്ചയായും 6ാം ദിവസവും ഇറാനിൽ ആക്രമണം തുടരുന്ന അമേരിക്ക നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 3 കപ്പലുകൾ തടഞ്ഞതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതിനിടെ ചെങ്കടലിനെ ഏതൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദബ് കടലിടുക്ക് ഹൂത്തികൾ വഴി അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള തുടർച്ചയായ സംഘർഷം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിൽ ചിലതിനെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയുടെ കേന്ദ്ര ബിന്ദുവായി തുടരുമ്പോൾ സംഘർഷങ്ങൾ ഇപ്പോൾ മറ്റൊരു നിർണായക കപ്പൽ പാതയിലേക്ക് വ്യാപിക്കുന്നു. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇറാനിയൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ അമേരിക്ക ലക്ഷ്യമിടുന്നുവെങ്കിലും ചെങ്കടലിലേക്കുള്ള കവാടമായ ബാബൽ മന്ദേബ് കടലിടുക്ക് അടച്ചിടാൻ തയ്യാറെടുക്കാൻ ടെഹ്റാൻ യമനിലെ ഹൂതി പ്രസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു. US ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന് ഹോർമുസ് കടലിടുക്ക് ഇതിനകം സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ലോകത്തിലെ പ്രധാന സമുദ്ര ഗതാഗത കുരുക്കുകളെക്കുറിച്ചുള്ള ആശങ്കകൾ പുതിയ സംഭവ വികാസങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുന്നു. എല്ലാ ദിവസവും ദശലക്ഷക്കണക്കിന് ബാരൽ അസംസ്കൃത എണ്ണ, ദ്രവീകൃത പ്രകൃതിവാതകം, ഭക്ഷണം, ഇലക്ട്രോണിക്സ്, നിർമ്മിത വസ്തുക്കൾ എന്നിവ ഈ ഇടുങ്ങിയ ജലപാതകളിലൂടെ കടന്നു പോകുന്നു. യുദ്ധം, കടൽക്കൊള്ള, രാഷ്ട്രീയ തർക്കങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന ഏതൊരു തടസ്സവും ഷിപ്പിംഗ് ചെലവ് വർദ്ധിപ്പിക്കുകയും വിതരണം വൈകിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും. ഇറാനും ഒമാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഊർജ്ജ ഇടനാഴികളിൽ ഒന്നാണിത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, ഖത്തർ, ഇറാൻ തുടങ്ങിയ പ്രധാന എണ്ണ കയറ്റുമതിക്കാർ അസംസ്കൃത എണ്ണ, LNG, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ കൊണ്ടുപോകുന്നതിന് ഈ പാതയെ ആശ്രയിക്കുന്നത്. US ഇറാൻ സംഘർഷങ്ങൾ തുടരുന്നതിനിടയിലും നാവിക ഏറ്റുമുട്ടലുകൾ, മൈനുകൾ, മിസൈൽ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് വിധേയമാകുന്ന ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സമുദ്രപാതകളിൽ ഒന്നായി മാറുന്നു. യമൻ, ജിബൂട്ടി, എറിത്രിയ എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ബാബൽ മന്ദേബ് കടലിടുക്ക് ചെങ്കടലിനെ ഏതൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുകയും സുവേസ് കനാലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഒരു സുപ്രധാന പാതയായി വർത്തിക്കുകയും ചെയ്യുന്നു. ഹൂതി ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, വാണിജ്യ ഷിപ്പിംഗ്, വഴിതിരിച്ചുവിടൽ എന്നിവയിൽ നിന്നും ജലപാത വർദ്ധിച്ചുവരുന്ന സുരക്ഷാ ഭീഷണികൾ നേരിടുന്നു. അസംസ്കൃത എണ്ണ ഇറക്കുമതി, LNG ഇറക്കുമതി, വളങ്ങൾ, ഉപഭോക്തൃ വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് എന്നിവയ്ക്കായി ഇന്ത്യ ഈ സമുദ്രപാതകളിൽ പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ ഷിപ്പിംഗ് പാതകളിൽ ഏതെങ്കിലും തടസ്സം ഉയർന്ന ഇന്ധനവില, ചരക്ക് ചിലവ് വർധനവ്, പണപ്പെരുപ്പം, കൂടുതൽ ഡെലിവറി സമയം എന്നിവയിലേക്ക് നയിച്ചേക്കാം. യൂറോപ്പ്, ആഫ്രിക്ക, അതിനപ്പുറമുള്ള രാജ്യങ്ങളുടെ വ്യാപാരത്തിന് ചെങ്കടൽ സുവേസ് ഇടനാഴി ഒരു പ്രധാന മാർഗമായതിനാൽ ബാബൽ മന്ദേബിൽ ഇന്ത്യ പ്രത്യേകിച്ചും തടസ്സങ്ങൾക്ക് വിധേയമാണ്. ബാബൽ മന്ദേബും ഹോർമുസ് കടലിടുക്കും ഒരേ സമയം സമ്മർദ്ദത്തിലായാൽ ഗുഡ് ഹോപ്പ് മുനമ്പിന് ചുറ്റും കപ്പലുകൾ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരാകുന്നതിനാൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതായിരിക്കും. യൂറോപ്പുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും വലിയൊരു പങ്കും ചെങ്കടൽ ഇടനാഴിയിലൂടെയാണ് നടക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് സംഘർഷത്തിൽ ഇന്ത്യ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ബാബൽ മന്ദേബിലെ തന്ത്രപരമായി പ്രധാനപ്പെട്ടതാക്കുന്നു. ദീർഘകാല തടസ്സം കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും ചരക്ക് ഇൻഷുറൻസ് ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും എണ്ണ, LNG, വളങ്ങൾ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നീക്കത്തിൽ കാലതാമസം ഉണ്ടാകുന്നതിനും ആഴ്ചകളോ മാസങ്ങളോ തടസ്സം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പണപ്പെരുപ്പത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനും ഷിപ്പിംഗ് റൂട്ടുകൾ കൂടുതലായതിനാൽ യൂറോപ്പിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ മത്സരശേഷി കുറയുന്നതിനും കാരണമാകുന്നുവെന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.